എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ലോകരക്ഷിതാവായ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങൾ അത് വിശ്വസിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്ന വസ്തുതകളാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ദൈവത്തിന്റെ വചനം, വിശുദ്ധ ബൈബിൾ, അത് ദൈവശ്വാസീയമാണ്. അതിൻ്റെ അകത്ത് ഉള്ളതായ ആലോചനകൾ, വചനങ്ങൾ, അത് കൃത്യമായും നമ്മുടെ ജീവിതത്തിൽ നമ്മളെ സ്പർശിക്കുന്നതും നമ്മുടെ ജീവിതത്തിൽ ഉള്ള അർഷിതാവസ്ഥയെ മാറ്റുന്നതും നമ്മളെ വിടുവിക്കുന്നതുമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം വചന കേൾവിയും വചന ധ്യാനവും ഒക്കെ വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ ദൈവവചനവുമായിട്ട് നിങ്ങളെ സന്ധിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് മാർട്ടിൻ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ചിന്തയ്ക്കായി വായിക്കുന്ന വേദഭാഗം 1 പത്രോസ് എഴുതിയ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന വളരെ സുപ്രചാരമുള്ള അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ കയ്യിൽ ഇട്ടുകൊള്ളുവിൻ. സർവശക്തനായ ദൈവത്തിന്റെ ഒരു പ്രോമിസ് ആണ് നിങ്ങളുടെ ചിന്താകുലങ്ങൾ അവന്റെ മേൽ ഇട്ടുകൊള്ളുക എന്നുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നവരാണ്, അല്ലെ? ഒത്തിരി ചിന്താകുലങ്ങൾ നമുക്കുണ്ട്. പേരൻസിനാണെങ്കിൽ മക്കളെ കുറിച്ചുള്ള വേവലാതി, ഒരു സ്ഥാപനത്തിന്റെ മാനേജർക്കാണെങ്കിൽ ആ സ്ഥാപനം മുൻപോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി ചിന്താകുലങ്ങളും ടെൻഷനുകളും ഉള്ളൊരു ലൈഫ് സ്റ്റൈലാണ്. നമ്മൾ ഈ ചിന്താകുലങ്ങളെ പറ്റി പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഭവം, നമ്മള് ചിന്തിക്കുന്ന ചിന്താകുലങ്ങളെ ഒരു 70% നമ്മൾ സ്വയം ചിന്തിച്ചു വരുത്തി കൂട്ടുന്നതാണെന്നാണ് ഈ മനഃശാസ്ത്രജ്ഞൻ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ 70% അവിടെ ഇല്ല, ഓൾറെഡി അതില്ല. അത് ഇല്ല എന്നുള്ളത് കൊണ്ട് അത് സംഭവിക്കുകയുമില്ല. പക്ഷെ നമ്മളിങ്ങനെ ഇമാജിൻ ചെയ്ത് അത് സംഭവിച്ചാൽ എന്താകുമെന്ന് ചിന്തിച്ചിട്ട് കൂടുതൽ ആളുകൾ ടെൻഷൻ അടിക്കുകയാണ്. ബാക്കി ഒരു 10-20 അല്ലെങ്കിൽ കൂടി വന്ന 30% മാത്രമാണ് യഥാർത്ഥമായ വിഷയങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കും. ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ജീവിതത്തിന്റെ സ്റ്റൈൽ. അങ്ങനെയാണ്. പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല. പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിമുടി വന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇന്നത്തെ പ്രശ്നം ഒഴിവാകുമ്പോൾ നാളെ രാവിലെ അടുത്ത പ്രശ്നം ആരംഭിക്കുകയാണ്. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ കടന്ന് അതിനെ അഭിമുഖീകരിച്ച് അതിനെ ജയിച്ച് അടുത്ത ദിവസം നമ്മൾ വരികയാണ്. എന്നാൽ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ അത് കൈകാര്യം ചെയ്യാൻ അറിയാത്ത പതറിപ്പോകുന്ന ആളുകളാണ് കൂടുതലും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ചെറിയൊരു പ്രശ്നം, ചെറിയൊരു വിഷയം, ചെറിയൊരു ടെൻഷൻ അവരുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് ആത്മഹത്യയെ കുറിച്ച് എത്തിക്കും. ആത്മഹത്യ പാപമാണ്. കാരണം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ കൊല്ലുന്നതിനാണ് ആത്മഹത്യ എന്ന് പറയും, സൂയിസൈഡ് എന്ന് പറയും. അപ്പോൾ സൂയിസൈഡ് പാവമാണെന്ന് പറയാൻ കാരണം കൊലപാതകം പാവമായതുകൊണ്ടാണ്. നമ്മളെ കൊല്ലുവാൻ നമുക്ക് അവകാശമില്ല എന്നാ ബൈബിൾ പഠിപ്പിക്കുന്നു. ഞാനിവിടെ ചിന്തിക്കുന്നതും ധ്യാനിക്കുന്നതും ഒക്കെ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. മറ്റ് ഒരു ഫിലോസഫിയോ മറ്റൊരു ഗ്രന്ഥങ്ങളോ എനിക്ക് ആധാരമായിട്ടില്ല. ബൈബിളാണ് എനിക്ക് ആധാരം. ഇത് ഫുൾഫിൽമെന്റ്, ഇത് സമ്പൂർണ്ണ ഗ്രന്ഥമായതുകൊണ്ട്, ഇതിന് തുല്യം ചൊല്ലാൻ മറ്റൊരു ഗ്രന്ഥമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിനെ ആധാരമായിട്ടെടുക്കുന്നത്. ഇതിനകത്തുള്ള വാക്യങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ വചന ആധാരത്തിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ യേശുക്രിസ്തുവിന്റെ ഇഹലോക ജീവിതകാലത്തെ യേശുവിന്റെ ശിഷ്യനായിരുന്ന ഒരു മനുഷ്യൻ, അപ്പോസ്തലൻ എന്ന് ബൈബിളിൽ പഠിപ്പിക്കുന്നു. യേശുവിന്റെ ശിഷ്യനായിരുന്നു. പത്രോസിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഒത്തിരി ചരിത്ര പ്രാധാന്യമേറിയ ഒത്തിരി സാക്ഷ്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്. ഒരു മുക്കുവനായിരുന്നു, മീൻപിടുത്തക്കാരനായിരുന്നു. പക്ഷെ യേശു പത്രോസിനെ കണ്ടുപിടിച്ചു, എന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ പത്രോസ് വലയും പടകും വിട്ട് കർത്താവിനെ അനുഗമിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ. അദ്ദേഹം യേശുവിന്റെ പുറകെ പോയി. യേശുവിന്റെ മിക്ക സന്ദർഭങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം ഒരു ആക്റ്റീവായിരുന്ന ഒരു ശിഷ്യനായിരുന്നു. ഏത് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ശക്തനായൊരു ദൈവദാസനായിരുന്നു പത്രോസ്. സത്യത്തിൽ 12 പേരിൽ ഏറ്റവും ഉന്നതനായി
പ്രശോഭിച്ച അനുഗ്രഹിക്കുന്ന ദേവാസൻ അപ്പോസ്തല പ്രവൃത്തി 2-ാം പെന്തക്കോസ്ത് നാളിൽ മർക്കോസിന്റെ മാളിക മുറിയിൽ ഉണ്ടായ ഉണർവിന്റെ അനന്തരം താൻ എഴുന്നേറ്റ് 11 ശിഷ്യന്മാരോട് പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ 3000 പേര് അന്ന് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന സന്ദർഭം വളരെ പ്രാധാന്യമേറിയ അനവധി സ്റ്റേറ്റ്മെന്റുകൾ പത്രോസ് നടത്തിയിട്ടുണ്ട്. അതിലൊരു സ്റ്റേറ്റ്മെന്റാണ്, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടേക്ക് പോകും? യേശു ചോദിച്ച ചോദ്യത്തിന് മുൻപിൽ എല്ലാവരും യേശുവിനെ വിട്ടു പോയ സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്നെ വിട്ടു പോകാമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് വളരെ വേഗത്തിൽ തന്നെ മറുപടി പറഞ്ഞു, നിന്നെ വിട്ടേച്ച് ഞങ്ങൾ എവിടെ പോകും? കാരണം നിന്നിൽ ജീവന്റെ വചനങ്ങളുണ്ടല്ലോ, നിത്യജീവന്റെ മൊഴികൾ നിന്നിലുണ്ട്, പിന്നെ നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങേക്കിട്ടാണ് പോകുന്നത്? മറ്റൊരു സന്ദർഭത്തിൽ ഞാൻ ആരാണെന്ന് യേശു ശിഷ്യന്മാരോടും ഒക്കെ ചോദിച്ച സന്ദർഭത്തിൽ പത്രോസ് പറയാം, നീ ജീവനുള്ള ദൈവത്തിന്റെ ക്രിസ്തുവാകും. അങ്ങനെ ഒത്തിരി സ്റ്റേറ്റ്മെന്റുകൾ, സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുള്ള ഒരു മനുഷ്യനാണ് പത്രോസ്. മറ്റൊരു അവസരത്തിൽ പത്രോസ് ഒരു പിന്തിരിപ്പൻ ആശയവുമായിട്ട്, ഒരു നെഗറ്റിവിറ്റിയുമായിട്ട് യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു ശക്തമായിട്ട് അദ്ദേഹത്തെ ശാസിക്കുന്ന രംഗം കൂടിയുണ്ട്. യേശുവിനെ ക്രൂശികളുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ആ കാര്യങ്ങൾ ഇങ്ങനെ പരസ്പരം അവർ പറയുന്ന സന്ദർഭത്തിൽ പത്രോസ് പറയാണ്, നീ അതിന് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞ് പത്രോസ് യേശുവിനെ ഒന്ന് പ്രബോധിപ്പിക്കാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിൽ പത്രോസിനോട് യേശു പറയുന്നുണ്ട്, ഞാൻ തിരുവചന അടിസ്ഥാനത്തിൽ തിരുവെഴുത്തിൻ പ്രകാരം വന്നു. നീ ഇത് പറയാൻ കാരണം നിന്നിൽ വ്യാപരിക്കുന്ന ഒരു ദുഷ്ടവ്യാപാരമുണ്ട്, പിശാചുണ്ട്. ആ പിശാചിനെ യേശു ശാസിക്കുന്ന രംഗം കൂടിയുണ്ട്. അപ്പൊ കൃത്യമായിട്ടും വ്യക്തിപരമായിട്ടും കർത്താവിനോട് ഏറ്റവും ചേർന്നിരുന്ന മനുഷ്യൻ, കർത്താവിനെ സ്നേഹിച്ച മനുഷ്യൻ, പിന്മാറിപ്പോയ മനുഷ്യൻ, തിരികെ വന്ന മനുഷ്യൻ, ഒരു മനുഷ്യ സഹജമായ സകല സ്വഭാവ സവിശേഷതകളും ന്യൂനതകളും ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുന്ന രംഗം ഭയങ്കരമായ രംഗമാണ്. 11 പേരോടുകൂടെ ഒരുമിച്ചിരുന്ന് പ്രസംഗിച്ച സന്ദർഭത്തിൽ ഒറ്റപ്രസം 3000 പേര് കർത്താവ് യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു രംഗം. അങ്ങനെ തുടർന്ന് ദൈവസഭയുടെ വളർച്ച നടക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ, പിന്നെ പൗലോസ് അപ്പോസ്തലൻ വരുന്നു, അങ്ങനെ തുടർന്ന് പോവുകയാണ്. പത്രോസ് അദ്ദേഹം തന്നെ 2 ലേഖനം എഴുതിയപ്പോൾ അതിനകത്ത് ആദ്യത്തെ ലേഖനത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകളും അവനിട്ടു. പലവിധമായ പ്രശ്നങ്ങളും നടുവിൽ നീറിപ്പുകയുന്ന സന്ദർഭങ്ങളിൽ, ആരും സഹായിക്കാനില്ലാത്ത രംഗങ്ങളിൽ എങ്ങനെ എനിക്ക് വഴിയുണ്ടാകും, എങ്ങനെ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെട്ട സന്ദർഭങ്ങളിൽ സകല മനുഷ്യരോടും പത്രോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് നിർദ്ദേശിക്കുന്ന ഒരു നിർദ്ദേശം, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത് എന്നാണ്. അതിന് കാരണം യേശു നിങ്ങൾക്ക് വേണ്ടി കരുതുന്നുണ്ടെന്നാണ്. ജീസസ് ക്രൈസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. വേദപുസ്തകത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ പരിശോധിച്ച് കഴിയുമ്പോൾ അതിനൊത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അബ്രഹാം മുതൽ തുടങ്ങി, ആദം മുതൽ തുടങ്ങി, അബ്രഹാം മുതൽ എന്ന് വേണ്ട ഒത്തിരി സാക്ഷ്യങ്ങളിലൂടെ അത് വ്യക്തമാണ്. ദൈവത്തിന്റെ വ്യക്തിപരമായ കരുതൽ മനുഷ്യന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്. അബ്രഹാമിന്റെ വയസ്സനാകാലത്തുണ്ടായ മകൻ ഇസഹാക്കിനെ യാഗം കഴിക്കുവാൻ ദൈവം അരുളപ്പാട് കൊടുത്തു. പരീക്ഷണാർത്ഥത്തിൽ കൊടുത്തതാണ്. അനുസരിക്കുമോ എന്നുള്ള ദൈവത്തിന്റെ പരീക്ഷണഘട്ടം. അബ്രഹാം അനുസരിച്ചു. സ്വന്തം ഭാര്യയായ സാറായിയോട് പോലും പറയാതെ മകനുമായിട്ട് പ്രഭാത സമയത്ത് വീട്ടിൽ നിന്നിറങ്ങി മലയുടെ മുകളിലേക്ക് കയറുന്ന അബ്രഹാം, തനിക്ക് വളരെ വേദനയുണ്ട്. തന്റെ ഏകജാതനെയാണ് താൻ ബലി കഴിക്കാനായിട്ട് പോകുന്നത്. വളരെ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷം, വളരെ പ്രാർത്ഥനയ്ക്ക് ശേഷം യഹോവയായ ദൈവം തനിക്ക് നൽകിയ ഏക മകൻ, ആ മകനെ ഇന്ന് ആ ദൈവം തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ്. എനിക്കിതിന് മകനെ വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അബ്രഹാം ഈ ദൈവത്തോടുള്ള സ്നേഹം അല്പം കുറഞ്ഞിട്ട് ഈ മകനോടുള്ള സ്നേഹം വർദ്ധിച്ചു കാണുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ. അതിനെക്കുറിച്ച് വേദപുസ്തകം പറയുന്നില്ലാത്തതുകൊണ്ട് അതൊരു അസംജ്ഞിതമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അബ്രഹാമും മകനുമായിട്ട് മലയുടെ മുകളിലേക്ക് കയറുകയാണ്. മലയുടെ മുകളിലേക്ക് കയറുമ്പോൾ അബ്രഹാമിന് 10-12 വയസ്സ് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ സമയത്ത് അബ്രഹാം തന്റെ മകനുമായിട്ട് പോരുകയാണ്. അപ്പൊ മകനോട് പറഞ്ഞ എങ്ങനെയാണ്, നമുക്ക് യാഗം കഴിക്കാൻ പോകാന്നാ പറഞ്ഞത്. അപ്പൊ അതിനുള്ള വിറകുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുമായിട്ട് വിറക്, കത്തി, തീയ്, ഇതൊക്കെ ആയിട്ട് പോന്നു. ഇസ്ഹാക്കിന് സത്യത്തിൽ
യാഗത്തെക്കുറിച്ച് അറിയാം. കാരണം തന്റെ പിതാവ് യാഗം കഴിക്കുന്ന ഇസ്ഹാക്ക് കണ്ടിട്ടുണ്ട്. ഇസ്ഹാക്ക് ആ യാഗം കണ്ടിട്ടുള്ളത് കൊണ്ട് എന്തൊക്കെ ആവശ്യമുണ്ടെന്ന് ഇസ്ഹാക്കിനെ അറിയാം. താനും തന്റെ അപ്പനും കൂടി മലയുടെ മുകളിൽ കയറുന്ന സന്ദർഭത്തിൽ ഇസ്ഹാക്ക് അബ്രഹാമിന് നെഞ്ചു തകർക്കുന്ന ചോദ്യം ചോദിക്കുകയാണ്. പിതാവേ, നമ്മുടെ കയ്യിൽ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്, പക്ഷെ യാഗത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന യാഗമൃഗം എവിടെ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. വളരെ വേദനാകരമായ രംഗമാണ്. ആ രംഗത്തിൽ പിതാവിന് അബ്രഹാമിന് പെട്ടെന്നൊരു മറുപടി പറയാൻ പോലും പറ്റാത്ത നിലയിൽ സ്തംഭിച്ചു പോയിരിക്കാം ഒരു പക്ഷേ. ഇങ്ങനെ ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചതല്ല, ഇങ്ങനെ ചോദ്യം വരുമെന്ന് ചിന്തിച്ചില്ല, അതിന് ഉത്തരം തന്റെ മനസ്സിനകത്തില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ചോദ്യം വരുമെന്ന് പ്രതീക്ഷിച്ചാൽ ഉത്തരം മനസ്സിനകത്ത് കരുതിയിരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ ചോദ്യം ഉന്നയിക്കപ്പെട്ടു, ആ ചോദ്യം ചോദിക്കപ്പെട്ടു. യാഗമൃഗം എവിടെയാണ്? നമുക്ക് യാഗമൃഗം ആവശ്യമാണ്. തന്റെ പരിചയത്തിൽ താൻ ഇതുവരെ കണ്ട യാഗങ്ങളിലൊക്കെ യാഗമൃഗമുണ്ട്. പക്ഷെ ഇന്ന് അതിന് വ്യത്യസ്തമായിട്ട് യാഗമൃഗമില്ലാതെ തന്റെ പിതാവ് യാത്രയാവുകയാണ്. അബ്രഹാം ഒരു നിമിഷം സ്തംഭിച്ചുപോയി. മകനോട് എന്ത് പറയും? മകനെ, നീയാണ് യാഗമൃഗം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ ഒരു പക്ഷേ ഇവൻ ആരോഗ്യമുള്ളവൻ ഓടിപ്പോയാലോ? ഓടിപ്പോകില്ലായിരിക്കും, അനുസരണമുള്ള മകനാണ്. അത് അബ്രഹാമിന് പറയാൻ കഴിഞ്ഞില്ല. അബ്രഹാം പറയാണ്, യഹോവയിരേ എന്ന് പറയണം. യഹോവയിരേ മകനെ, യഹോവയിരേ, യഹോവ നമുക്ക് വേണ്ടി കരുതിക്കൊള്ളു. ആ ഒരു വാക്ക് കേൾക്കാൻ ദൈവം ആഗ്രഹിച്ച ഒരു വിഷയമാണ്. യഹോവയിരേ, ദൈവം കരുതുമെന്ന് ഉള്ള വാക്ക്. നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലൊക്കെ പലപ്പോഴും ആരും കരുതാനില്ലാത്ത അവസരങ്ങളിൽ, പ്രതീക്ഷകളിൽ നിന്ന് അസ്തമിച്ച സ്ഥാനങ്ങളിൽ വളരെ വാക്ക് പറഞ്ഞിട്ട് ആ സമയം വന്നപ്പോൾ നമ്മൾ വാക്ക് മാറ്റി പറയുന്ന ആളുകളുടെ നടുവിൽ ഒരു കാര്യം ഏറ്റവും സ്പഷ്ടമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവായ ദൈവത്തിൽ നീ വിശ്വസിക്കുന്നവനാണെങ്കിൽ നിശ്ചയമായും നിന്റെ വഴിയാത്രകളിൽ നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം കരുതുന്നവനായി നിന്റെ കൂടെ വരും. ദൈവം കരുതുന്നവനാണ് എന്ന് നിനക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, പ്രിയ സ്നേഹിതരെ, ദൈവം കരുതുന്നവനാണ്. എനിക്ക് വേണ്ടി ദൈവം കരുതും. ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ, ഒരു സാമ്പത്തികമായ ആവശ്യം മുൻപിൽ വന്നുപെട്ട് കഴിയുമ്പോൾ, മറ്റെന്തെങ്കിലും ആവശ്യമാകട്ടെ, എന്തെങ്കിലും ആവശ്യം മുൻപിൽ വന്നുപെട്ട് കഴിയുമ്പോൾ, യഹോവ കരുതിക്കൊള്ളും എന്നൊരു വാക്ക് നിന്റെ നാവിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ മറുഭാഗത്ത് ദൈവപ്രവൃത്തി ആരംഭിക്കുകയാണ്. നമ്മുടെ വാക്കുകൾ ദൈവപ്രവൃത്തിയുടെ സൃഷ്ടിപ്പിന്റെ മൂലകങ്ങളാണ്. നമ്മൾ പറയുന്ന വാക്കിൽ ദൈവം പ്രവൃത്തി ആരംഭിക്കുന്നു. അബ്രഹാം പറഞ്ഞു യഹോവ ഇരേ എന്ന് പറഞ്ഞപ്പോൾ മറുഭാഗത്ത് നിന്ന് ഒരു ആട്ടിൻകുട്ടി മുകളിലേക്ക് കയറാൻ തുടങ്ങി. പലപ്പോഴും നമ്മുടെ നിർജീവാവസ്ഥകളിൽ, ആരും സഹായിക്കാനില്ലാത്ത അവസരങ്ങളിൽ, ആരും നമ്മളെ ശ്രദ്ധിക്കാനുള്ള അവസരങ്ങൾ, ഒരു പ്രോമിസ് ബൈബിളിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം നിനക്ക് വേണ്ടി കരുതും. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതത്തിന് വാതിലുകൾ തുറക്കും. ഈ ഞാൻ പറയുന്ന വാക്കുകൾ എങ്ങനെയാണ് അത് ആക്ടിവേറ്റ് ആകുന്നത് അറിയാമോ? എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് വെച്ചാൽ അതിനൊരു സാധനം നമുക്ക് ആവശ്യമാണ്. അത് വിശ്വാസം എന്നാണ് എൻ്റെ പേര്. ഒരുപക്ഷെ ദൈവനിഷേധികളായ ആളുകൾ ഇതിനെ നിഷേധിച്ച് കമന്റ് ഇടാം. ഒരു പക്ഷേ എന്ത് വിട്ടുത്തരമാണ് പറയാന്ന് ചോദിക്കാം. ഇത് നിങ്ങൾക്കുള്ളതല്ല, ഇത് വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികൾ ഉണ്ടാകും. എവിടെ ആര് വിശ്വസിക്കുന്നു, ആര് ട്രസ്റ്റ് ചെയ്യുന്നു, ആര് ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവർക്ക് നിശ്ചയമായും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. കമന്റ് ഇടുന്നവർ കമന്റ് ഇടട്ടെ, അവിശ്വസിക്കുന്നവർ അവിശ്വസിക്കട്ടെ, തള്ളിപ്പറയുന്നവർ പറയട്ടെ, അവഗണിക്കുന്നവർ അവഗണിക്കട്ടെ. പക്ഷേ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയെ നമ്മൾ കാണും. വിശ്വസിക്കുന്നവർക്ക് വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മൾ കാണും. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കരുതുന്ന ദൈവത്തിന്റെ കരം നമ്മൾ നിശ്ചയമായും കാണും. അബ്രഹാം വിശ്വസിച്ചു. അബ്രഹാം വിശ്വസിക്കുക മാത്രമല്ല, തന്നെ ഏറ്റു പറഞ്ഞു, തന്റെ മകളോട് പറഞ്ഞു, യഹോവ നമുക്ക് വേണ്ടി കരുതും. യഹോവ എങ്ങനെയാ കരുതുന്നതെന്ന് ഹല്ലേലൂയ സ്തോത്രം. ആ മകൻ മലയിൽ മനസ്സിലാക്കാൻ ആ മലയുടെ മുകളിൽ എത്തണമായിരുന്നു. ആ രംഗം അങ്ങനെ തീരുന്നില്ല. മലയുടെ മുകളിൽ കയറി യാഗപീഠം ഉണ്ടാക്കി. യാഗപീഠം എന്ന് പറഞ്ഞാൽ യാഗമൃഗത്തെ വെച്ച് യാഗം കഴിക്കാനുള്ള പീഠം. പഴയ നിയമകാലത്തുള്ള ആട്ടം. പഴയ നിയമത്തിൽ യാഗമില്ല. യാഗം യേശു ക്രിസ്തു യാഗമായി തീർന്നു. അത്
ഈ യേശുവിന്റെ യാഗത്തിന്റെ നിഴലായിട്ടാണ് മനസ്സിലാക്കുന്നത്. ഒരു ഉദാഹരണം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇന്നത്തെ കാലത്ത് യാഗമൊന്നുമില്ല. യാഗം ഇനി കർത്താവ് ഭൂമി തിരിച്ചു വരുന്ന സന്ദർഭം ഉണ്ടാകും, ശേഷം യാഗം ഉണ്ടാകുമെന്ന് പറയുന്നുണ്ടെന്നുള്ളതല്ലാതെ. യാഗപീഠം ഒരുക്കി യാഗപീഠത്തിന്മേൽ ഒരു യാഗമൃഗത്തെ കിടത്തണം. അപ്പോഴാണ് വിഷയം കോംപ്ലിക്കേറ്റഡ് ആയി മാറുകയാണ്. അബ്രഹാം മകനോട് പറഞ്ഞു, മകനെ നീയാണ് യാഗമൃഗം, നീ വന്ന് കിടക്കാൻ പറഞ്ഞു. അവൻ എന്തൊരു മര്യാദക്കാരനായ പയ്യനാന്ന് നോക്കി. ഇന്നത്തെ കാലത്തെ കുട്ടികളെ പോലെയാണോ? അപ്പം പറഞ്ഞു, മോനെ നീ വന്ന് 10-12 വയസ്സുണ്ട്, ആരോഗ്യമുള്ളവനാ, വേണേ കുതിറി ഓടാനുള്ള പ്രാപ്തിയുള്ള അപ്പൻ, വളരെ പ്രായമുള്ള ഒരു മനുഷ്യനല്ലേ, കുതിറി ഓടി രക്ഷപ്പെടാൻ ചിന്തിക്കും വേണമെങ്കിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, ആ മകൻ അറിയാം എന്റെ അപ്പൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനായ ദൈവമാണ്. എന്റെ അപ്പൻ ആരാധിക്കുന്ന ദൈവം അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എന്റെ അപ്പന്റെ ദൈവം ഒരു സാധാരണ ദൈവമല്ല, അവൻ ഭൂമണ്ഡലം നിർമ്മിച്ച ദൈവമാണ്. ഇസ്ഹാക്കിന് അതറിയാം. ഇസ്ഹാക്ക് ചരിത്രം കേട്ടിട്ടുണ്ട്. പ്രാർത്ഥിച്ച് കിട്ടിയതാണൊക്കെ ഇസ്ഹാക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രത്യേകമായ അനുഗ്രഹമാണ് താനെന്നൊക്കെ മാതാപിതാക്കൾ പറഞ്ഞ് ഇസ്ഹാക്ക് കേട്ടിട്ടുണ്ട്. ഇസ്ഹാക്കിനോട് അപ്പം പറഞ്ഞു, കീറിക്കിടക്കെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ തന്നെ ഇസ്ഹാക്ക് കയറിക്കിടന്നു. അബ്രഹാം സകലത്തിനും തയ്യാറായി കത്തി മുകളിലേക്ക് ഉയർത്തുകയാണ് യാഗം കഴിക്കാൻ വേണ്ടി, വെട്ടിനുറുക്കാൻ വേണ്ടി. കത്തി മുകളിലേക്ക് ഉയർത്തിയത് മാത്രമേ ഉള്ളൂ, താഴേക്ക് താഴ്ത്താൻ കഴിഞ്ഞില്ല. കാരണം ദൈവം അത് തടഞ്ഞു. ദൈവം പറയുകയാണ്, അബ്രഹാമേ ബാലന്റെ മേൽ കൈവയ്ക്കരുത്. പരിശോധന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പതറിപ്പോകരുത്. എതിർപ്പുകൾ വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മുടെ വിശ്വാസത്തിന്റെ ശോധന നമ്മുടെ ജീവിതത്തിൽ വരും. എന്തെങ്കിലും ഒരു ശോധന വന്നവണ്ണം പതറിപ്പോകരുത്. കാരണം നമ്മുടെ ദൈവം ജീവനുള്ള ദൈവമായി പ്രവർത്തിക്കുന്നവനായ ദൈവമാണ്. അവൻ ചിലപ്പോഴൊക്കെ നമ്മളെ പരിശോധിക്കാൻ സാധ്യത, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കാൻ എക്സാമിൻ ചെയ്യാൻ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. അടുത്തതാണ് ദൈവത്തിന്റെ കരുതൽ അബ്രഹാം കണ്ടത്. എന്താണ്? തൊട്ടടുത്ത് കുറ്റിക്കാട്ടിലൊരു ആട് കുരുങ്ങിക്കിടക്കുകയാണ്. മകനെ അവിടെ എഴുന്നേൽപ്പിച്ചത് അബ്രഹാം ആ മൃഗത്തെ തന്നെ യാഗപീഠത്തിൽ വെച്ച ദൈവത്തിന് യാഗം കഴിച്ച സന്തോഷത്തോടെ അപ്പനും മകനും മടങ്ങി വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമുണ്ട്. സകല പ്രതീക്ഷകളും അസ്തമിച്ചു പോയാലും, സകലതും തീർന്നു പോയാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നൊരു വാക്ക് പറഞ്ഞാൽ നിശ്ചയമായി അവൻ ചെയ്യുക തന്നെ. അവൻ നിങ്ങൾക്ക് കരുതുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ സകല ചിന്താകുലവും കർത്താവിന് മേൽ ഇട്ടുകൊടുക്കുക. അതെന്ത് വിഷയമാകട്ടെ, നിങ്ങളുടെ മക്കളെ കുറിച്ചുള്ള ചിന്താകുലമാകട്ടെ, അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച വിഷയമാകട്ടെ, അവര് മടങ്ങി വരാതിരിക്കുന്ന ഒരു സാഹചര്യമാകട്ടെ, അവര് ലോകഇമ്പാങ്ങളിലും ഒഴുകിപ്പോയൊരു സാഹചര്യമാകട്ടെ, രക്ഷപ്പെടാൻ യാതൊരു സാധ്യമില്ലാത്തൊരു സാഹചര്യമാകട്ടെ, ഏത് വിഷയമാണെങ്കിലും ഞാൻ പ്രസംഗിക്കുന്ന എന്റെ രക്ഷകനും കർത്താവായ യേശു നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ ശക്തനാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാണ്. അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകെയാണ്. നിങ്ങളുടെ സകല ചിന്താകുലും അവന് മേൽ ഇട്ടുകൊള്ളുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.